നീ പേടിക്കണ്ടെന്ന് നമ്മൾ ഈ കേസ് ജയിക്കൂടി. അതിലെനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. നിങ്ങള് കള്ളു കുടിച്ചിട്ട് വേറൊരാളെ പോയി വണ്ടി ഇടിച്ചു എന്നുള്ളതല്ല കേസ്. അതെ, ഇതെങ്ങനെ നമ്മൾ തോക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ തമ്മിലുള്ള ബന്ധം ഇന്ന് ഇവിടെ വെച്ച് അവസാനിക്കും. എടി നിനക്കറിയാലോ, അന്ന് രാത്രി ഞാൻ പുറത്തു പോയിട്ടില്ല, വീട്ടിൽ തന്നെ ഇരിക്കുവല്ലായിരുന്നോ? അതെനിക്കറിയാം, നിങ്ങൾ പുറത്തു പോയിട്ടില്ല, നിങ്ങൾ വീട്ടിൽ തന്നെ ഇരിക്കുവാന്ന്. പക്ഷെ അതിന് എന്താ തെളിവുള്ളത്? എന്ത് തെളിവുണ്ടോളും? ഞാൻ നല്ലൊരു വക്കീലെ ഏർപ്പാടാക്കുന്നുണ്ട്, നന്ദഗോപാൽ മാരാറ്. അങ്ങേര് ഡൽഹിയിലാ. ഡൽഹിയിലോ? ഡൽഹിയിലുള്ള ആളൊക്കെ ഇവിടെ വരുവോ? പിന്നെ ഞാൻ വിളിച്ച അവൻ ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് ഇവിടെ എത്തും. സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞാൻ പൊളിച്ചെടുക്കടാ, പൊളിച്ചെടുക്കും. ഇതാണ് ഭാര്യ. എങ്ങനെയെങ്കിലും ഈ കേസ് ഒന്ന് ജയിപ്പിച്ചു തരണം. എന്റെ വാദത്തെ കുറിച്ച് പറഞ്ഞു കൊള്ളാം. ഓ, എന്റെ പൊന്നു പെങ്ങളെ, വാദത്തെ കുറിച്ച് പറയാതിരിക്കുന്നതാണ് ഭേദം. സിമന്റ് തറയിലോ ടൈൽസ് ഇട്ട സ്ഥലത്തോ കാലൊന്ന് കുത്തിയ അപ്പ തൊട്ട് തരിച്ചങ്ങ് കേറുക. എന്ത് ആമവാദം? ഇയാൾ ഏതെങ്കിലും കേസ് ബാധിച്ചിട്ടുണ്ടാ? അല്ലെങ്കിൽ ബാധിച്ച തന്നെ അത് വല്ലതും ജയിച്ചിട്ടുണ്ടാ? ഹലോ, ഞാൻ ഏതെങ്കിലും കേസ് വാദിച്ച് ജയിച്ചിട്ടുണ്ടോ എന്നുള്ള സംശയമല്ലേ നിങ്ങൾ തമ്മിൽ ഇപ്പൊ ചർച്ച ചെയ്തത്? അതെങ്ങനെ മനസ്സിലായി? ഇതൊക്കെ ഒരുപാട് ഞാൻ കണ്ടിട്ടുള്ളതാ മോനെ. അതെ, പിന്നെ സംസാരിക്കാം കേട്ടോ. ജഡ്ജി അങ്ങൊന്ന് വരുന്നു. അങ്ങൊന്നും വരുന്നതല്ലേ ഉള്ളൂ. നമുക്ക് കേസിന്റെ കുറെ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരാനുണ്ട്. ഹലോ, അതല്ല, ജഡ്ജി അങ്ങൊന്നിങ്ങി എത്തി, അതേ വരുന്നെന്ന്. കേസ് നമ്പർ CC 952/16 ആറാമട ശ്രീവിലാസം വീട്ടിൽ അജിത്ത് ഹാജരുണ്ടോ? 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 പാറപ്പുറത്തെ കിഴക്കതിൽ വീട്ടിൽ സുനിൽ ഹാജരുണ്ടോ? 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 ഹാജരുണ്ടേ. യുവർ ഓണർ, ഈ നിൽക്കുന്ന എന്റെ കക്ഷി സുനില് ഈ മാസം 14-ാം തീയതി രാത്രി 8 മണിക്കും 9 മണിക്കും ഇടയ്ക്കുള്ള പവർ കട്ട് സമയം റോഡരികത്ത് നിൽക്കുമ്പോൾ ഇദ്ദേഹം മദ്യപിച്ചിട്ട് വന്ന് ബൈക്ക് കൊണ്ട് കൊലപ്പെടുത്താൻ വേണ്ടിയുള്ള അതേ ലാഘവത്തോടു കൂടി ഇദ്ദേഹത്തെ ആക്രമിച്ചിരിക്കുകയാണ്. ഏകദേശം 1 ലക്ഷം രൂപയോളം ആശുപത്രിയിൽ ചെലവായി. അതിന്റെ നഷ്ടപരിഹാരം വാങ്ങിത്തരണം എന്ന് താഴ്മയായി അഭ്യർത്ഥിക്കുന്നു യുവർ ഓണർ. ഒബ്ജക്ഷൻ. സബ്സ്ക്രൈബ്. ഒബ്ജക്ഷൻ യുവർ ഓണർ. ഈ നിൽക്കുന്ന കക്ഷി കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞാൽ ഞാൻ എന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നേ ദിവസം, അതായത് കഴിഞ്ഞ 14-ാം തീയതി രാത്രി 8 മണിക്കും 9 മണിക്കും ഇടയ്ക്കുള്ള പവർ കട്ട് സമയത്ത് വ്യക്തമാക്കണം. 8 മണിക്കും 9 മണിക്കും ഇടയ്ക്കുള്ള പവർ കട്ട് സമയത്ത്. ഒബ്ജക്ഷൻ യുവർ ഓണർ. പേടിപ്പിക്കാതെ പതുക്കെ പറ. ബഹുമാനപ്പെട്ട കോടതി, ഈ ആരോപണങ്ങളെല്ലാം തന്നെ കള്ളത്തരമാണെന്ന് തെളിയിക്കുന്നതിനുള്ള തെളിവുകൾ എന്റെ കയ്യിലുണ്ട്. നിങ്ങൾ പറയുന്ന സമയം 8 തൊട്ട് 9 ഈ കൃത്യം നടക്കുന്നത്. അതെ, ആ സമയത്ത് എന്റെ കക്ഷി അദ്ദേഹത്തിന്റെ വീട്ടിലായിരുന്നു. അതിനെന്താണ് തെളിവുള്ളത്? തെളിവുണ്ട്. ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ ഞാനൊരു നഗ്ന സത്യം വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. എന്റെ കക്ഷി സമൂഹത്തിൽ ഉന്നതരായിട്ടുള്ള അല്ലെങ്കിൽ VIP-കളായുള്ള ഒരുപാട് ആളുകളുമായി സൗഹൃദമുള്ള ഒരാളാണ്. അന്നേ ദിവസം നമ്മുടെ ബഹുമാനപ്പെട്ട സിനിമാ സംവിധായകൻ നാദിർഷയില്ലേ, അദ്ദേഹവുമായി ഈ പറയുന്ന 8:30 ഫോണിൽ ചാറ്റിങ്ങിലായിരുന്നു. അതിന്റെ തെളിവുകൾ ഞാൻ ലാപ്ടോപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കോടതി അതൊന്ന് പരിശോധിക്കണം. ഞാനത് വായിക്കാം. എന്റെ കക്ഷി അയച്ച മെസ്സേജ്: എടാ കുട്ട, എന്റെ ഭാര്യ ഇന്ന് വീട്ടിലില്ല, അവൾ അവളുടെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ നാദിർഷയുടെ മറുപടി 3M എന്നുള്ള മറുപടിയാണ് നാദിർഷ അയച്ചിരിക്കുന്നത്. വീണ്ടും എന്റെ കക്ഷി: എന്റെ ഭാര്യ വീട്ടിലില്ലാത്ത ഈ സ്ഥിതിക്ക് നീ എന്റെ അടുക്കൽ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അടിച്ചു പൊളിക്കാമായിരുന്നു. അപ്പോൾ നാദിർഷയുടെ മറുപടി 3M. ഒബ്ജക്ഷൻ യുവർ ഓണർ. ഈ നാദിർഷയുടെ കഥ തികച്ചും ഫാബ്രിക്കേറ്റഡ് ആയ ഒന്നാണ് യുവർ ഓണർ. അതായത് സമൂഹത്തിൽ നിലയും വിലയുള്ള ഒരാളാണ് നാദിർഷ എന്നുള്ള വ്യക്തി. അദ്ദേഹം ഒരു സിനിമാ സംവിധായകനാണ്, ഒരു സംഗീത സംവിധായകനാണ്, പാട്ടുകാരനാണ്. അത്രയും തിരക്കുള്ള ഒരു മനുഷ്യൻ ഇതുപോലെ ഒരു സാധാരണ മനുഷ്യനുമായിട്ട് ഇത്രയും സമയം ചാറ്റ് ചെയ്യേണ്ട കാര്യം എന്താണ്? അതിന് മറുപടി പറയൂ. അത് ന്യായമായിട്ടുള്ള കാര്യമാണ്. അല്ല, എന്റെ ഭർത്താവിന് നാദിർഷയായിട്ട് മാത്രമല്ല ബന്ധമുള്ളത്. മോഹൻലാല്, മമ്മൂട്ടി, സുരേഷ് ഗോപി, ജയറാം, അങ്ങനെ എല്ലാവരുമായിട്ട് നല്ല അടുത്ത ബന്ധമാ. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ സമുദ്രക്കനിയായിട്ടുണ്ട് അല്ലേ? ഒരു കലാഫീൽഡിൽ യാതൊരു ബന്ധവുമില്ലാത്ത ഇദ്ദേഹത്തിന് ഇത്രയും ബന്ധങ്ങൾ ഉണ്ടായി. അതിന് നിങ്ങൾ സമാധാനം പറയണം. ബഹുമാനപ്പെട്ട കോടതി, എന്റെ വാദിഭാഗം വക്കീൽ എന്റെ പ്രിയ സുഹൃത്ത് പറഞ്ഞ അതേ സംശയം തന്നെ സ്വാഭാവികമായും എനിക്കുണ്ട്. ഞാൻ അതിന്റെ ക്ലാരിഫിക്കേഷൻ കണ്ടെത്തിയിട്ടുണ്ട്. എങ്ങനെ? എന്റെ കക്ഷി ഈ നാദിർഷ എന്ന് പറയുന്ന
ആളിനെ ചാറ്റ് ചെയ്തെന്നാണല്ലോ ഞാൻ പറഞ്ഞത്. അതെ. ശരിക്കും അത് നാദിർഷയല്ല, ഇദ്ദേഹത്തിന്റെ കൂടെ ജോലി ചെയ്യുന്ന മോനിഷയുമായിട്ടായിരുന്നു ചാറ്റ് ചെയ്തോണ്ടിരുന്നത്. മോനിഷയാ? മോനിഷ. അതെങ്ങനെ വക്കീലറിഞ്ഞ്? അപ്പൊ ഞാൻ ഈ ഫോൺ നമ്പർ ഞാൻ മെഡിക്കൽ ലാബിൽ പരിശോധനയ്ക്ക് അയച്ചു. എന്ത് ശുദ്ധ മണ്ടത്തരമാണ് നിങ്ങൾ ഈ പറയുന്നത്? എന്താണ് സാധാരണ നമ്മൾ സൈബർ സെല്ലിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്പർ അയക്കുക. അതെ. ഇതേ മെഡിക്കൽ ലാബിൽ അയച്ചോണ്ട് എന്താണ് പ്രയോജനം? എന്റെ അളിയൻ മെഡിക്കൽ ലാബിലാണ് ജോലി. എന്റെ അളിയന്റെ മൊബൈലില് ട്രൂ കോളർ ഉണ്ട്. അതിനാണ് ഞാൻ അളിയന് ഈ നമ്പർ സെൻഡ് ചെയ്ത് കൊടുത്തു. അളിയ ഒന്ന് പരിശോധിച്ചിട്ട് വിവരം പറയാൻ പറഞ്ഞപ്പോഴാണ് ഇത് നാദിർഷയല്ല, മോനിഷയാണ്. മോനിഷയുമായിട്ടാണ് ഇദ്ദേഹം ചാറ്റ് ചെയ്തോണ്ടിരുന്നത്. അപ്പൊ നിങ്ങൾ ഇത്രയും നാളും എന്റെ മുമ്പിൽ ഇരുന്ന് നാദിർഷ എന്ന് പറഞ്ഞ് ചാറ്റ് ചെയ്തോണ്ടിരുന്നത് മോനിഷക്കായിരുന്നോ? അതെ അതെ. എടി ഇത് പറഞ്ഞ് നമ്മളെ കൂടെ സഹപ്രവർത്തകയല്ലേടി നമ്മൾ. നീ ചായ കുടിച്ചോ, ഊണ് കഴിച്ചോ എന്നൊക്കെ ചോദിക്കണ പോലെ നമ്മൾ നിങ്ങളോട് എത്ര വർഷമായി ഞാൻ ജീവിക്കാൻ തുടങ്ങിയിട്ട്? നിങ്ങൾ ഇതുവരെ എന്നോട് ചോദിച്ചിട്ടുണ്ടോ ചായ കുടിച്ചാ, ചോറ് തിന്നാന്നൊക്കെ? ചോദിക്കില്ല. എന്ത്? ഞാൻ നിന്നെ വിളിച്ചു വരുത്തിയത് ഇവിടെ കുടുംബകലം ഉണ്ടാക്കാനാണോ? എന്നെ ബാധിച്ച് ജയിക്കാൻ വേണ്ടിയല്ലേ? ഏതറ്റം വരെ പോയാലും എനിക്ക് എന്റെ കേസ് വിജയിക്കണം. ഞാൻ വിചാരിച്ചോട്ടെ, അപ്പൊ ഈ മോഹൻലാലും മമ്മൂട്ടിയൊക്കെ ആരാ? അതറിയത്തില്ലയോ? അത് നമ്മുടെ നിതയില്ലേ, ഒന്ന് നിതയാണ്, ഒന്ന് സൗമ്യയാണ്. എന്റെ കൂട്ടുകാരികള്. അവരുമായിട്ടാണ് ഈ ചാറ്റ് ചെയ്തോണ്ടിരിക്കുന്നത്, മോഹൻലാലും മമ്മൂട്ടി എന്നൊക്കെ പറഞ്ഞ്. ഈ കേസ് അവിടെ നിൽക്കട്ടെ, ആദ്യം ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാം. അതാ നല്ലത്. അല്ല, അത് തീരുമാനിക്കാം. എന്നാലും ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ നിങ്ങൾ ചാറ്റ് ചെയ്യുന്ന പറയുന്നു ഇതിപ്പോ മോനിഷയാണോ നാദിർഷയാണോ, അത് രണ്ടാമത്തെ കാര്യം. പക്ഷെ അത് നടന്നിരിക്കുന്നത് ഏകദേശം ഒരു 8:30 മണിക്കാണ്. അതിനുശേഷം വീണ്ടും അരമണിക്കൂർ സമയമുണ്ട്. ഈ സമയത്ത് ബൈക്ക് എടുത്തോണ്ട് പോയി ഇദ്ദേഹത്തിന് ഈ അപകടം ഉണ്ടാക്കാമല്ലോ. ഓവർ റൂൾ. ഓവർ റൂളോ? അങ്ങനെ എന്തെങ്കിലും ഒന്ന് പറയണ്ടേ ഞാൻ? ഒബ്ജക്ഷൻ യുവർ ഓണർ. ആ സമയത്തും എന്റെ കക്ഷി വീട്ടിലുണ്ടായിരുന്നു. തെളിവുണ്ട്. നമുക്കൊരു ശബ്ദരേഖ കേൾക്കാം. ഇത് ആരോട്ടാണ് ചാറ്റ് ചെയ്തത് അതുകൂടെ പറയണം. ഇത് ഇദ്ദേഹത്തിന്റെ വീട്ടിലെ വേലക്കാരിയായിട്ട് ചാറ്റ് ചെയ്തതാണ്. ശകുന്തല ചാറ്റ് ചെയ്തതാണ്. ശരി, എന്നാ ഒരു കാര്യം ചെയ്യാം, ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. ചക്കരെ വീട്ടിലെത്തിയോ? എത്തി ചേട്ടാ. വേലക്കാരിയായിരുന്നാലും നീ എന്നെ മോഹവല്ലി. ഈ സമയമുള്ള കൊഞ്ചലല്ലേ ഉള്ളൂ, നേരിൽ കാണുമ്പോ എന്താ ഒരു ഗമ. എടി ആ സമയം ആ പൂതന വീട്ടിലുണ്ടല്ലോ. നിർത്തിക്കേ. ഇപ്പൊ എന്തോ പറഞ്ഞല്ലോ, പൂതനെന്ന്. അത് നിങ്ങൾ ആരെയാ ഉദ്ദേശിച്ചത്? എന്റെ അളിയ പ്രശ്നം ഉദ്ദേശിച്ചത് പൂതിരെന്ന് പറഞ്ഞ മനസ്സിലായില്ലേ? പെങ്ങളെയാണ് ഉദ്ദേശിച്ചത് ഇവന്. എന്നെയാ? എവിടുന്ന് കിട്ടിയടാ ഇതൊക്കെ? എനിക്കെന്റെ കേസ് വിജയിച്ചാ മതി. അടുത്ത പ്ലേ. അവളുടെ കണ്ണു വെട്ടിച്ചല്ലേ നിന്റെ അടുത്തൊന്നും വരാൻ പറ്റത്തുള്ളൂ. എപ്പോഴും ഇയാളെന്നോട് ചായയും വെള്ളം ചോദിക്കും. അപ്പൊ ഞാൻ പറയാം ഞാൻ എടുത്തോണ്ട് വരാന്ന് പറയുമ്പോ വേണ്ട ഞാൻ തന്നെ അടുക്കളയിൽ പോയി എടുത്ത് കുടിച്ചോളാന്ന് പറയും. എടി നിനക്ക് പണി കൂടുതലാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. നിങ്ങൾ ഇനി ഒന്നും പറയണ്ട. നിങ്ങൾ വണ്ടി ഇടിച്ച കേസൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മൾ തമ്മിലുള്ള ഡിവോഴ്സ് കേസ് ആദ്യം നമുക്ക് നോക്കാം. അതാ നല്ലത്. അതൊരു വക്കാല് തരാതെ എഴുതി ഒപ്പിട്ട് അല്ല, നമുക്ക് ബാക്കിയൂടെ കേൾക്കാം. ഇന്ന് അടി കൊണ്ട് ചുരുളും നീ വീട്ടിൽ ചെല്ലുമ്പോ. അടുത്ത വെക്കാം. എന്റെ ഈ വിരിമാറിൽ നിന്നെ കിടത്തി ഓർക്കാൻ എനിക്ക് കൂത്തിയാകുന്നു. കേട്ടായിരുന്നു വിരിമാറെന്ന്. കേരളിന് വേണ്ടി സ്ഥലം എടുത്തിട്ടൊക്കെ ഇവന്റെ നെഞ്ചത്ത് അതുപോലെ അങ്ങ് വിരിഞ്ഞു കിടക്കുമല്ലോ വിരിമാർ. ചിരിപ്പിക്കാതെ ഒന്ന് പോടാവേ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്നെയും പിള്ളേരും ഓർത്തിട്ട് നിങ്ങൾ ഇനി വീട്ടിലോട്ട് വരാൻ നിൽക്കരുത്. ഈ വഴിക്ക് എവിടെന്നെങ്കിലും ഇറങ്ങി പൊക്കോണം. ഞാൻ അറിയാതെ പറഞ്ഞതാണ്. എന്റെ മനസ്സ് മുഴുവൻ നീയാണ്. ഞാൻ അടുത്ത ഒന്നുമുണ്ട്, അതുകൊണ്ട് ഞാൻ പ്ലേ ചെയ്യാം. ഒരു ദിവസം ആ മാരണത്തെ ഞാൻ ഓർക്കുകൂടി ഓർത്ത് കൊല്ലും. എന്നിട്ട് നിന്നെ ഞാൻ സ്വന്തമാക്കും. സത്യം. എന്നെയല്ലേ ഉദ്ദേശിച്ചത്? ഇയാൾ എന്നെ കൊല്ലും. നിങ്ങളുമായിട്ടുള്ള ജീവിതം എനിക്ക് വേണ്ട, എനിക്ക് മതിയായി. അല്ല, ആ കാര്യം അവിടെ നിൽക്കട്ടെ. അത് നിങ്ങളുടെ കുടുംബ പ്രശ്നങ്ങൾ തീർക്കട്ടെ. ബഹുമാനപ്പെട്ട സഹപ്രവർത്തകനോട് എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ഇപ്പൊ ഈ ശബ്ദരേഖ കേട്ടിരിക്കുന്നത് ഒരു 8:45 മണി സമയത്താണ്. അത് കഴിഞ്ഞ് 9 ആകാൻ വീണ്ടും 1/4 മണിക്കൂർ സമയമുണ്ട്. ആ സമയം ഇദ്ദേഹത്തിന് ബൈക്ക് എടുത്ത് കൊണ്ടുവന്നിട്ട് ഇദ്ദേഹത്തെ ആക്രമിക്കാമായിരുന്നല്ലോ. അതിനെ കുറിച്ച് താങ്കൾ എന്താണ് പറയുന്നത്? ബാക്കിയുള്ള 15 മിനിറ്റ് സമയമല്ല, പിന്നെയും 1 മണിക്കൂർ വരെ അദ്ദേഹം വീട്ടിലുണ്ടായിരുന്നു എന്നുള്ളതിന് എനിക്ക് ശക്തമായ തെളിവുണ്ട്. അതിനെന്താണ് തെളിവുള്ളത്? ഇനി ഇതിനിടയ്ക്ക് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഇദ്ദേഹം സമുദ്രകനിയായിട്ട് പരിചയമുണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നോ? സമുദ്രകനി, അതെ, കുറച്ചു മുമ്പ്. അതെ. അതാരാണെന്നാ നിങ്ങളുടെ ഭാവം? സിനിമ സമുദ്രകനി. പിന്നെ ആർക്കറിഞ്ഞൂടാത്ത അദ്ദേഹത്തെ അങ്ങനെയാണ് സേവ് ചെയ്ത് വെച്ചേക്കുന്നത്. അതാരാണെന്ന് അറിയാമോ?
സമുദ്ര ഹോട്ടലിലെ തൂപ്പുകാരി ഒരു തമിഴത്തി പെണ്ണുണ്ട്, കനിമൊഴി. അതാണ് സമുദ്രക്കനി. അയ്യോ, ഇടക്കിടക്ക് ഇയാൾ അവിടെ പോവാറുണ്ട് സമുദ്ര ഹോട്ടലില്. എടാ പ്രാന്ത, ഞാൻ നിന്നെ ഇങ്ങോട്ട് വിളിച്ചത് എന്റെ കുടുംബം നിലക്കാനാണോ? എനിക്ക് എന്റെ കേസ് വിജയിച്ചാൽ മതി, മനസ്സിലായല്ലോ? ഓർഡർ ഓർഡർ. അതിനുള്ള തെളിവുകളോ? തെളിവുകളുണ്ട്. കോടതി ആ ഫോണിനകത്ത് തന്നെ ഉണ്ട്. നോക്കട്ടെ. ചക്കരെ ഉറങ്ങിയോ? ഇല്ല, എന്റെ കുട്ടൻ ഉറങ്ങിയോ? പിന്നെ തുണിയില്ലാത്തൊരു പിക്ക് അയച്ചു തരുമോ എനിക്ക്? അയ്യോ അയ്യോ അയ്യോ, ഇതൊക്കെ എവിടെ കിട്ടിയോ നിനക്ക്? ഞാൻ എന്റെ അച്ഛനോട് സംസാരിച്ചിട്ട് നമ്മൾ തമ്മിലുള്ള ഡിവോഴ്സിന്റെ കാര്യത്തിൽ ആദ്യം ഒരു തീരുമാനം എടുക്കാം. നിങ്ങളായി നിങ്ങളുടെ പാടായി എന്നെ എന്റെ പിള്ളേരെ എന്റെ വഴിക്ക് വിട്ടു. ഞാൻ പറഞ്ഞ വേണ്ട വേണ്ട, ഇനി ഒന്നും പറയണ്ട. യുവർ ഓണർ, വാദിഭാഗം വക്കീൽ ആരോപിച്ച ആരോപണങ്ങളെല്ലാം തെറ്റാണെന്ന് തെളിയിക്കുന്നതാണ് എന്റെ ഈ തെളിവുകൾ. ഇദ്ദേഹം പറഞ്ഞത് എന്താണ്? 8 മുതൽ 9 വരെ. അല്ല സുഹൃത്തെ, അതവിടെ നിൽക്കട്ടെ. അതെ, വേറൊന്നും വിചാരിക്കരുത്. അതെ, ഈ നേരത്തെ പുള്ളി ഒരു ചോദ്യം ചോദിച്ചല്ലോ, ആ പിക്ക് അയച്ചു തരാമെന്ന്. അത് അതിനകത്ത് വന്നോന്ന് അറിഞ്ഞെങ്കിൽ ഞാൻ പറഞ്ഞത് ഈ സംഭവത്തിലെ പ്രധാന തെളിവ് ഇതാണ്. കാരണം 8 മുതൽ 10 വരെ എന്റെ കക്ഷി അദ്ദേഹത്തിന്റെ വീട്ടിലുണ്ടായിരുന്നു. വീട്ടിൽ ഇരുന്നോട്ടാ, എനിക്കിത് വിഷയമല്ല. മറ്റേ ആ പിക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. അതെ, ആ ഫോട്ടോ ഒന്ന് കാണിക്കുക, അതിന് വേണ്ടിട്ടല്ലേ? അത് ആ മൊബൈലിനകത്ത് തന്നെ ഉണ്ടല്ലോ, ഒന്ന് പരിശോധിച്ചാൽ മനസ്സിലാകുമല്ലോ. തെളിവാണോ? ഈ കുന്തത്തിന് കണ്ണിയാണ് തല്ലി പൊട്ടിക്കുള്ളൂ. ഞാനാണ് ഇവിടുത്തെ മെയിൻ കൺട്രാക്ടർ. ഞാനാണ് ഇവിടുത്തെ ജഡ്ജി. അത് ഞാൻ കണ്ടിട്ട് ബാക്കിയുണ്ടോ മിച്ചം ഉണ്ടോ നിങ്ങളെ കാണിച്ചു തരാം. അല്ല ജഡ്ജി, ഈ തെളിവിന് ബലമുണ്ടോന്ന് അറിയണ്ടേ? നമ്മളൊന്ന് ഒന്നിച്ച് സഹകരിച്ചു പോയാൽ അതല്ലേ കയറ് വലിച്ചു വെച്ച് കെട്ടിയേക്കുന്ന മാത്രമല്ലല്ലോ. എന്റെ പൊന്ന് സാറേ, തുണിയില്ലാത്ത പിക്ക് വേണമെന്ന് ഇദ്ദേഹം ആവശ്യപ്പെട്ടു. ആ പെണ്ണ് അയച്ചു കൊടുത്തേതാന്നറിയോ? മഴ വന്നപ്പോ അയേ കിടന്ന തുണിയെല്ലാം എടുത്തോണ്ട് പോയി. അപ്പൊ പിന്നെ തുണിയില്ലാത്ത അയയുടെ പടമാണ് അയച്ചു കൊടുത്തേക്കുന്നത്. ബാക്കിയുള്ളവൻ ഒരുപാട് പ്രതീക്ഷിക്കുകയും ചെയ്തു. അപ്പൊ ഇനിയിപ്പോ കേസിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. ഇനിയിപ്പോ ഒരു കാര്യം ചെയ്യ്. ഈ കേസിൽ വ്യക്തമായ തെളിവുകൾ അജിത്തിന്റെ പേരിൽ ഇല്ലാത്തതിനാൽ അജിത്തിനെ വെറുതെ വിട്ടിരിക്കുന്നു കോടതി. താങ്ക് യു യുവർ ഓണർ, താങ്ക് യു യുവർ ഓണർ. എന്റെ പെണ്ണുമ്പളെ ഉണ്ടാർന്ന് പറഞ്ഞെങ്കിലും നിക്കാറും നീ വന്ന് സന്തോഷമായില്ലേ? നമ്മൾ ഈ കേസ് വിജയിച്ചടാ. കീറങ്ങ് വെച്ചോണ്ടല്ലോ. എന്തിന്? നിന്നെ കോടതി വെറുതെ വിട്ടു. ഇത് 500 രൂപ തീരുന്ന പെറ്റി കേസ് അല്ലായിരുന്നോ? നീ പറഞ്ഞു എന്റെ കുടുംബം കലങ്ങിപ്പില്ലടാ. എന്റെ പെണ്ണുമ്പളെ എന്നെ ഉപയോഗിച്ച് പോയില്ലടാ. ഇങ്ങനെയാണ് ഒരു കൂട്ടുകാരനോട്. ഞാൻ പറയട്ടെ, എടാ, ജീവിതത്തിൽ മനുഷ്യന് സൗഹൃദം എന്നും ഒരു താങ്ങായിരിക്കും. സൗഹൃദം താങ്ങായിരിക്കും, പക്ഷെ നീ എനിക്കിട്ട് തന്നത് വല്ലാത്തൊരു താങ്ങായി പോയി എന്റെ കൂട്ടുകാരാ.